ക്രിക്കറ്റിൽ റണ്ണുകൾ വാരിക്കൂട്ടുന്നത് പോലെ തന്നെ ചർച്ചയാകുന്ന ഒന്നാണ് റണ്ണൊന്നും എടുക്കാതെയുള്ള മടക്കം. 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ താരമെന്ന റെക്കോർഡിലേക്കാണ് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ എത്തിയിരിക്കുന്നത്. അഭിഷേക് ശർമ്മയുടെ ഈ മോശം ഫോം കേവലം ഒരു മത്സരത്തിൽ ഒതുങ്ങുന്നതല്ല എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത്. തുടർച്ചയായി റണ്ണൊന്നും എടുക്കാതെ ക്രീസ് വിടേണ്ടി വന്നത് താരത്തിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാണക്കേടിന്റെ പട്ടികയിൽ അഭിഷേക് ശർമ്മ ഒറ്റയ്ക്കല്ല. മുൻ ഇന്ത്യൻ പേസറായ ആഷിഖ് നെഹ്റയും ഈ റെക്കോർഡിൽ അഭിഷേകിനൊപ്പം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രസകരമായ കാര്യം, ഇരുവരും തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിലാണ് പൂജ്യത്തിന് പുറത്തായതെന്നതാണ്. ആഷിഖ് നെഹ്റയുടെ ഡക്കുകൾ 2 വ്യത്യസ്ത ലോകകപ്പുകളിലായിട്ടായിരുന്നു സംഭവിച്ചത്. 2010 ലോകകപ്പിലായിരുന്നു നെഹ്റയുടെ ആദ്യത്തെ 2 പൂജ്യങ്ങൾ. ഓസ്ട്രേലിയക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുമായിരുന്നു ആ മത്സരങ്ങൾ. ആ 2 മത്സരങ്ങളിലും ക്രീസിൽ ഒരു മിനിറ്റിൽ പോലും തികച്ചും നിൽക്കാൻ നെഹ്റയ്ക്ക് സാധിച്ചില്ല. ബൗളർ എന്ന നിലയിൽ തിളങ്ങുമ്പോഴും ബാറ്റിംഗിൽ നെഹ്റ പരാജയപ്പെടുന്നത് ആരാധകർക്ക് വലിയ നിരാശയായിരുന്നു നൽകിയത്. വർഷങ്ങൾക്ക് ശേഷം 2016 ലോകകപ്പിലാണ് നെഹ്റയ്ക്ക് വീണ്ടും ബാറ്റിംഗിന് അവസരം ലഭിക്കുന്നത്. നാഗ്പൂരിൽ ന്യൂസിലൻഡിനെതിരെയുള്ള ആ മത്സരത്തിലും വിധി മറ്റൊന്നായിരുന്നില്ല. വീണ്ടും പൂജ്യത്തിന് പുറത്തായതോടെ നെഹ്റ തന്റെ ഡക്ക് ഹാട്രിക് പൂർത്തിയാക്കി. നെഹ്റ പൂജ്യത്തിന് പുറത്തായ ആ 3 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്നത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ടീം തകർച്ച നേരിടുമ്പോൾ അവസാന വിക്കറ്റുകളിൽ പ്രതീക്ഷ വെച്ചിരുന്നെങ്കിലും നെഹ്റയ്ക്ക് അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ യുവതാരം അഭിഷേക് ശർമ്മയും സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്.